1. വിമർശനങ്ങളുടെയും നേട്ടങ്ങളുടെയും വർഷമായിരുന്നു ഖത്തറിന് 2013. പുതിയ ഭരണാധികാരിയെ ലഭിച്ചു എന്നതാണ് 2013 നിന്ന് 2014 ഖത്തറിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം. അറബ് ലോകത്തെ അപൂർവമായൊരു അധികാര കൈമാറ്റത്തിനായിരുന്നു 2013 ഖത്തർ സാക്ഷ്യം വഹിച്ചത്. സെപ്റ്റംബർ 25 ഖത്തറിന്റെ മുൻ അമീറായിരുന്ന ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ ആൽ സാനി തന്റെ മകനും കിരീടാവകാശിയുമായ ഷെയ്ഖ് തമീം ബിൻ ഹമദ് ആൽ സാനിക്ക് സ്വമേധയാ അധികാരം കൈമാറുകയായിരുന്നു. മരണം വരെ അധികാരത്തിൽ തുടരുകയെന്ന മേഖലയിലെ നാട്ടുനടപ്പിനാണ് ഷെയ്ഖ് ഹമദ് വിരാമമിട്ടത്. ലോകകപ്പിന് ആതിഥ്യമരുളുന്നതിന്റെ പേരിൽ ഖത്തർ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന വർഷം കൂടിയായി 2013. 2022 ലോകകപ്പ് ജൂൺ മാസത്തിലായതിനാൽ ചൂട് സഹിക്കാൻ കഴിയില്ലെന്നും സമയം മാറ്റണമെന്നും ചില യൂറോപ്യൻ ക്ലബ്ബുകൾ ആവശ്യപ്പെട്ടു. തുടർന്ന് ഫിഫ പ്രസിഡന്റ് സെപ്പ് ബ്ലാറ്റർ ദോഹയിലെത്തുകയും ഖത്തർ അമീറുമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ ധാരണയുണ്ടാക്കുകയും ചെയ്തു. ദ ഗാർഡിയൻ ദിനപത്രത്തിൽ ഖത്തറിലെ നേപ്പാൾ തൊഴിലാളികളെക്കുറിച്ച് വന്ന വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായി. മെട്രോ റെയിലിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡ് വികസനങ്ങളും വലിയ രീതിയിൽ നടന്നു. അറബ് ലീഗ് സമ്മേളനം ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര സമ്മേളനങ്ങൾക്ക് ഖത്തർ വേദിയൊരുക്കി. താലിബാന് വേണ്ടിയുള്ള കാര്യാലയം, സിറിയ, ഈജിപ്ത്, ഫലസ്തീൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തുടങ്ങി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഖത്തറിന്റെ നിലപാട് നിർണായകമായി. 2013 ഖത്തറിന്റെ ചരിത്രം ഓർമ്മിക്കുന്നത് അധികാര കൈമാറ്റം നടന്ന വർഷം എന്ന് തന്നെയായിരിക്കും. ഏറെ പ്രതീക്ഷകളോടെയും വികസന പ്രവർത്തനത്തോടെയുമാണ് പുതുവർഷത്തിലേക്ക് രാജ്യം മുന്നോട്ട് പോകുന്നത്. ഏവർക്കും പുതുവർഷം ആശംസിച്ചുകൊണ്ട് റമീസ് ചാത്യാറ, മീഡിയ 1, ദോഹ. ഒമാനിലെ പ്രവാസികൾക്ക് 2013 കൂടുതൽ